പശ്ചിമേഷ്യൻ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായി തന്നെ പിടിച്ചുകുലുക്കിയ ഒന്നായി മാറുകയാണ്. കാരണം യുഎസിന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഇറാൻ പലപ്പോഴായി തന്നെ യുദ്ധത്തിൽ തകർത്ത് തരിപ്പണമാക്കുകയും അത് സ്ഥിരീകരണം നടത്തിക്കൊണ്ട് യുഎസ് അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല അവർക്കുണ്ടായ നഷ്ടങ്ങളടക്കം അവർ എണ്ണി ഇവിടെ എടുത്തു പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ഇറാൻ അവകാശപ്പെടുന്നത് യുദ്ധത്തിനിടയിൽ വലിയ രീതിയിൽ ടൈറ്റോൺ ഡ്രോണുകൾ അത് തകർന്നു വീണതായി തന്നെ യുഎസ് നാവികസേനയുടെ സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നതായിട്ടാണ്. ഇവർക്ക് അതായത് യുഎസിന് ഏക നഷ്ടമായി തന്നെ കണക്കാക്കുന്നത് $240 ബില്യൺ തന്നെയാണ്. ഇത് വലിയ നഷ്ടമായി തന്നെ ഇവർ ഇതിനെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. MQ-4C ടൈറ്റൻ ആണ് തകർന്നു വീണിരിക്കുന്നത്. വാർ ഡ്രോൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചുകൊണ്ട് പേർഷ്യൻ ഗൾഫിന് സമീപം പ്രവർത്തിക്കുമ്പോൾ ഡ്രോൺ ആകട്ടെ ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രത്യക്ഷിതമാവുകയും ട്രാക്കിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത് അതിവേഗം ഉയരം കുറഞ്ഞുവെന്ന് ഡാറ്റ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു യുഎസ് നാവികസേനയാകട്ടെ വ്യക്തമാക്കുന്നതനുസരിച്ച് MQ-4C ടൈറ്റൻ നിരീക്ഷണ ഡ്രോൺ ഹോർമൂസ് കടലിടുക്കിൽ കാണാതായി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഊഹാഭോഗങ്ങൾക്കും ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. നാവികസേനയിൽ നിന്നുള്ള ഡാറ്റയും പൊതുവായി തന്നെ ലഭ്യമായ ചില ഫ്ലൈറ്റ് ലോഗോകളും വഴിയാണ് ഈ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ 9 ഇത്തരത്തിൽ ഈ ഒരു ഡ്രോൺ തകർന്നു വീണതായി തന്നെ നാവികസേനയുടെ സുരക്ഷാ കമാൻഡർ ഏറ്റവും പുതിയ ഏവിയേഷൻ മാപ്പിംഗ് അനുസരിച്ചുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അപകട സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മറ്റ് റിപ്പോർട്ടായി തന്നെ സൂചിപ്പിക്കുന്നത്. യൂണിറ്റിന് ഏകദേശം $240 ബില്യൺ വില മതിക്കുന്ന നോർത്ത് ഗ്രമ്മർ നിർമ്മിച്ച മാരിടൈം നിരീക്ഷണ ഡ്രോൺ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചിലവേറിയ നഷ്ടത്തിൽ ഒന്നാണ് എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് വലിയ ആളില്ലാത്ത വിമാനത്തിന് 24 മണിക്കൂറിലധികം 50,000 അടിക്ക് മുകളിൽ പറക്കാൻ കഴിയുന്നവയാണ്. ഇത് ബോയിങ് P-8 പോസൈഡോൺ വിമാനങ്ങൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നും ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ്. അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനായി തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണിവ. ഈ സംഭവം ഓൺലൈൻ അവകാശവാദങ്ങൾക്ക് പ്രചോദനമാവുകയും ചില ഉപഭോക്താക്കൾ ഇറാൻ വിമാനം വെടിവെച്ചതായി ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിരുന്നാൽ പോലും യുഎസ് സൈന്യത്തിൽ നിന്നോ നാവികസേനയിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഡ്രോൺ അപ്രത്യക്ഷമായതിന്റെ കൃത്യമായ സാഹചര്യങ്ങൾ ഇവിടെ അജ്ഞാതമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. MQ-4C ടൈറ്റൻ യുഎസ് നാവികസേനയുടെ ഏറ്റവും നൂതനവും ചിലവേറിയതുമായ ആളില്ലാ വ്യോമ വാഹനങ്ങളിൽ ഒന്നായി തന്നെയാണ് അറിയപ്പെടുന്നത്. സമുദ്ര മേഖലകളിലെ ഉയരത്തിലുള്ള ദീർഘകാല നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവ. RQ-4 ഗ്ലോബൽ ഹോക്ക് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മറ്റൊന്നായി തന്നെയാണ് ഈ ഒരു ഡ്രോണ് അതിന്റെ സവിശേഷതയായി പറയുന്നത്. 50,000 അടിക്ക് മുകളിലേക്ക് ഉയരങ്ങളിൽ ദീർഘകാലം പലപ്പോഴും 24 മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിക്കാൻ അതിനുവേണ്ടി മാത്രം നിർമ്മിച്ച ഒന്നായി തന്നെ ഇത് മാറുകയാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിരീക്ഷിക്കുന്നതാണ് ഇതിന്റെ പ്രഥമ റോൾ എന്നതും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.